എനിക്ക് ആദ്യമായിട്ട് കൊക്കോ എന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ പറയാനുള്ളത് ഇവിടുത്തെ ഒരു വണ്ടർഫുൾ ആംബിയൻസ് ആണ്. നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആദ്യമേ ഒരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കൊക്കോ എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇനിഷ്യലി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു അറ്റ്മോസ്ഫിയർ വിച്ച് ഇസ് ലൈക്ക് എ വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ, അതായിരുന്നു മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കളർ തീമും പാറ്റേൺസും നമ്മുടെ ബ്രാൻഡ് കളേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നത്. അത് നമ്മൾ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ നമ്മുടെ ആ ഒരു ബ്രാൻഡ് എലമെൻറ്റ്സ് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ്, അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ട്രഡീഷണൽ 9 to 5 വർക്ക് സ്പേസ് അല്ലാതെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ്, വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ്. സോ അതിൻ്റെ ഒരു തീമായിരുന്നു ഈ കളേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ലേ ഔട്ടും ആ ഒരു ആർക്കിടെക്ചർ ഡീറ്റെയിൽസും. ഇതിൻ്റെ ഒരു കളർ പാലറ്റിംഗ് ഒക്കെ അനന്തു തന്നെയാണോ, അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ് നിങ്ങളെല്ലാവരുടെയും കൂടെ ഒരു ഡിസിഷനാണോ, അതെ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഒക്കെ ഒരു പങ്കാണോ ഇതിൻ്റെ പുറകിൽ? ആർക്കിടെക്റ്റാണ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്തത്. സോ ദ ഐഡിയ വാസ് ക്ലിയർ, ഇങ്ങനെയൊരു സ്പേസ് ആണ് വേണ്ടത്. സോ അത് കൺവേ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആർക്കിടെക്ട്സ് അതുപോലെ ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമായിരുന്നു. ദാറ്റ്സ് വെരി ഫൈൻ ആക്ച്വലി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ആംബിയൻസ് ആണ്. ലൈക്ക് എനിക്ക് അടുത്തായിട്ട് നമുക്ക് ശരിക്കും ഫസ്റ്റ് ചോദിക്കേണ്ടതായിരുന്നു, എന്താണ് കൊക്കോ എന്നുള്ളൊരു പേരും അതിൻ്റെ പിന്നിലുള്ള ഒരു കോൺസെപ്റ്റും? കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് കോവർക്സ്. അപ്പം കളക്റ്റീവ് കോവർക്സ് എന്നുള്ളൊരു പേരിലോട്ട് എത്താനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദ ഹോൾ കോൺസെപ്റ്റ് ഇസ് അബൌട്ട് കളക്റ്റീവ്നെസ്. അപ്പം വർക്ക് സ്പേസിലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ, ഐ മീൻ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓർ എൻവയോൺമെൻ്റ് ആയിരിക്കും കളക്റ്റീവ് കോവർക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു യങ് വൈബ്രൻറ്റ് പേരാക്കിയതാണ് കൊക്കോ. നമ്മൾ എത്ര വർഷമായി ശരിക്കും നമ്മൾ കൊക്കോ ഇവിടെ സ്ഥാപിതമായിട്ട്? നമ്മൾ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 2021-ലാണ്. പക്ഷേ ഇനീഷ്യൽ പ്ലാനിങ് എല്ലാം നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലൊരു വർക്ക് സ്പേസ് നമ്മുടെ ഒരു സിറ്റിയിൽ ഇല്ലായിരുന്നു, വളരെ കോമൺ അല്ലായിരുന്നു. 1-2 പ്ലേയേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേർ ബിക്കെയിം ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റ് അറിയാൻ പറ്റി, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ബേസിക്കലി കോവിഡ് ടൈമിൽ വർക്ക് ഫ്രം ഹോം കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് വന്ന സമയം അല്ലേ? ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2021-ലാണ്. ഓക്കെ. അപ്പം 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പം അത് ആക്ച്വലി ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നുവെച്ചാൽ പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ട ഇനിഷ്യൽ മാർക്കറ്റിംഗ് ഒക്കെ കുറച്ച് നമുക്കൊന്ന് ലീനിയൻ്റ് ആവാൻ പറ്റി. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ വന്നു ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇങ്ങനെ ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ഓഫീസ് സ്പേസസ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ആൾക്കാർക്ക് ആ ഒരു ഐഡിയ വന്നു. ഈ സോഷ്യൽസിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് എങ്ങനെയാണ് അത് ഇത് ചെയ്യുന്നത്? ലൈക്ക് ആനിവേഴ്സറി ഇവൻറ്റ്സ് പോലെയാണോ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ടൈം ഉണ്ടോ? കൊക്കോ സോഷ്യൽസ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഈവൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് ആക്ച്വലി ഒരു പാർട്ടിയാണ്, ഒരു നെറ്റ്വർക്കിംഗ് ഇവൻ്റ് ആണ്. നമ്മളൊരു പുതിയ ഒരു പുറത്തേതിൽ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ യൂഷ്വലി നടത്താറ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യും. സോ ഒന്നെങ്കിൽ സ്പേസ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കമ്പനികളുടെ ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇൻഫോർമലി ചിലപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഐ ഡോണ്ട് നോ. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും ഒരു 3 months കൂടുമ്പോഴും നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാറുണ്ട്. സോ അതൊരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പല കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും കളക്റ്റീവ് കോവർക്സ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിരിക്കുന്ന കാക്കനാട് ഓഫീസിലാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റ് എവിടെയെങ്കിലും നമുക്കിതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്രോജക്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, നമ്മുടെ ഈ വർഷം തന്നെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അറൗണ്ട് ഒരു 15,000 സ്ക്വയർ ഫീസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ലുക്കിംഗ് അറ്റ് അറൗണ്ട് ഡിസംബർ. ആ ടൈമിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. കംപ്ലീഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇൻഫോ പാർക്ക് ഏരിയ തന്നെയാണ്. അത് ശരി, ഇൻഫോ പാർക്ക് ഏരിയ തന്നെയാണ്. അപ്പം അതുപോലെ റിക്വയർമെന്റ്സ് ഉണ്ട് ഇൻഫോ പാർക്ക് ഏരിയയിൽ, എസ്പെഷ്യലി ബിക്കോസ് ആ ഒരു ഹോൾ ലോട്ട് ഓഫ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്. ടയർ 1 സിറ്റീസിൽ നിന്ന് ടയർ 2 സിറ്റീസ് ലൈക്ക് കൊച്ചിനിലോട്ട് ആൾക്കാർ മാറുന്നതിന്റെ ആ ഒരു ഇനിഷ്യലി അതൊരു ചലഞ്ച് അല്ലായിരുന്നു? ലൈക്ക് ഇതുപോലെ ഒരുപാട് ഓഫീസ് സ്പേസസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉള്ള ഇൻഫോ പാർക്ക് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അതൊരു ഹ്യൂജ് ചലഞ്ച് അല്ലായിരുന്നു? അപ്പം ആ സമയത്ത് നമ്മൾ ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, നമുക്ക് സക്സസ് ആവുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ലൈക്ക് നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്.
അപ്പം ഇപ്പം ഇൻഫോ പാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്താണേലും ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ഓൺ സ്പേസ് ആയിരിക്കും. കറക്റ്റ്. പിന്നെ അത് സെസ് ഏരിയ ആണ്. സെസ് ഏരിയ എന്ന് പറയുമ്പോൾ സെസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെസ് ഇംപ്ലിക്കേഷൻസ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ അവിടെ സ്പേസ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് നൂലാമാലകളുണ്ട് ഒരു സ്പേസ് അവിടെ എടുക്കണമെങ്കിൽ തന്നെ. ആൻഡ് ഒരു ഹ്യൂജ് ലൈനപ്പ്, ഒരു വെയിറ്റിംഗ് ക്യൂ ഉണ്ട്. ആ ക്യൂ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്താണേലും അവിടെ സ്പേസ് കിട്ടുള്ളൂ. സോ ഇൻഫോ പാർക്ക് ഏരിയയുടെ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിയർ ഇൻഫോ പാർക്ക് ആണ്, ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക് ആണ്, അഡ്ജസ്റ്റന്റ് ടു സ്മാർട്ട് സിറ്റി ആണ്. നമ്മുടെ ഒരു വാൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സിറ്റിയാണ്. സോ ആ വാളുമായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി. അതുപോലെ സോ ഇപ്പോൾ നിങ്ങളൊരു സിംഗിൾ കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ഓൺ സ്പേസിൽ ഇരിക്കുന്നതിനേക്കാളും അഡ്വാൻറ്റേജ് എപ്പോഴും മൾട്ടിപ്പിൾ കമ്പനീസ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, ബിസിനസ് പരമായിട്ടും പേഴ്സണലായിട്ടും. എസ്പെഷ്യലി നമ്മുടെ ക്ലയൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്ലയൻസ് ആണ് കൂടുതലുള്ളത്. സ്റ്റാർട്ടപ്സ് ആണെങ്കിലും പ്രീമിയം സ്റ്റാർട്ടപ്സ് ആണ്. പിന്നെ EY പോലത്തെ കമ്പനികളുണ്ട്, നമ്മളിവിടെ സ്പേസ് എടുത്തിട്ടുണ്ട്. ഓയോ, EY. അപ്പോൾ അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള കമ്പനീസുമായിട്ടും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതൊന്നും നിങ്ങൾക്ക് ഇൻഫോ പാർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ സ്പേസിലായിരിക്കും. അപ്പം കുറേ ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ വരും. അപ്പം അൺടിൽ ആൻഡ് അൺലെസ് ഒരു 120 അല്ലെങ്കിൽ 300 സീറ്റ്സ് നോക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നിടം വരെ കോവർക്കിംഗ് സ്പേസസ് അല്ലെങ്കിൽ മാനേജ്ഡ് ഓഫീസ് സ്പേസസ് കോൺസെപ്റ്റ് ആണ് നല്ലത്. ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒരു ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അല്ലേ? എനിക്ക് തോന്നുന്നു അന്ന് ഈ തുടങ്ങിയ സമയത്ത് അധികം ഇതുപോലെ വെഞ്ചേഴ്സ് ഇല്ല അല്ലേ? ഇല്ല. ഇപ്പം ആക്ച്വലി അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി നമുക്ക് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പല പ്രഷേഴ്സും പല ചലഞ്ചസും ഇഷ്യൂസും ഡിഫിക്കൽട്ട് ടാസ്കും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും കമ്പനീസ് നിങ്ങൾ അണ്ടർ ഓൺ റൂഫിൽ അല്ലേ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു കോൺസെപ്റ്റ്. സോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ ടീം എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ ഫുൾ ടൈം നമ്മുടെ സ്പേസിൽ തന്നെ ഉണ്ടാവും. യൂഷ്വലി ഒരു കോവർക്കിംഗ് സ്പേസിൽ ചിലപ്പോൾ ഒരു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 5 പേരുള്ള ഒരു ടീമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരു സെയിം പ്രശ്നങ്ങളും ഇഷ്യൂസും നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബിസിനസ്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരത് ഹാൻഡിൽ ചെയ്യും. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓണേഴ്സ് തന്നെ എപ്പോഴും ഫുൾ ടൈം ഒരു നമ്മുടെ ഫെസിലിറ്റിയിൽ അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് തന്നെ വേണമെങ്കിൽ നമ്മളോട് വന്ന് സംസാരിക്കാം. ക്ലയൻസ് നമ്മളോട് തന്നെ ഡയറക്റ്റ് സംസാരിക്കാം. ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വൈസ് ആയിട്ടായാലും ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ സോർട്ട് ചെയ്യും. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ശരിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ത്രൂ തന്നെയാണോ? അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ അത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു അസിസ്റ്റൻസ് കൊടുക്കാനൊക്കെ നമുക്ക് HR ആണോ അല്ലെങ്കിൽ ആരാണ് അത് ശരിക്കും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ? നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ഗ്രൂപ്പ് ഉണ്ട്. സോ സെയിൽസ് ടീം നമ്മൾ അതിനെ എന്ത് ലീഡ്സ് വന്നാലും നമ്മളത് മാക്സിമം നമ്മളത് കൺവേർട്ട് ചെയ്യാൻ നോക്കും.